ഞാൻ അടുത്ത പുതിയ വിഷയത്തിലേക്ക് പോയാൽ, നിലമ്പൂരിൻ്റെ മാത്രം വിഷയത്തിലേക്ക് പോയാൽ, പുതുതായി പൊട്ടിപ്പുറപ്പെടുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, PDP പോലെയുള്ള വിഷയങ്ങളിൽ നിങ്ങളൊരു എക്സ്ട്രീമിസ്റ്റ് റിലീജിയസ് ഓർഗനൈസേഷൻസുമായിട്ടൊക്കെ ബാന്ധവം ഉണ്ടാക്കിക്കൊണ്ട്, മഴവിൽ സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് വിജയിക്കാൻ ശ്രമിക്കുകയാണ്. അത് നിങ്ങൾ സമീപകാലത്ത് പയറ്റുന്ന പുതിയൊരു തന്ത്രമാണ് എന്നൊരാക്ഷേപം, ഒരു ചാപ്പ അടിച്ചു തരുന്നുണ്ടല്ലോ. അതിൽ നിങ്ങളൊന്ന് വിറയ്ക്കുമോ നവാസെ? ഞാൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നില്ല എൻ്റെ സുഹൃത്ത് അഫ്സൽ അതിനെ തള്ളിപ്പറയുന്നു. കാരണം അത് ഏറ്റവും കൂടുതൽ കാലം ഉപയോഗിച്ച ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയുള്ള ബാന്ധവം സൂക്ഷിച്ചത് ഇടതുപക്ഷമാണല്ലോ. അതിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ച ചെയ്തു 996 ദേശാഭിമാനിയുടെ ലേഖനം. ഞാനിതിവിടെ പറയേണ്ടതില്ല. ആ ദേശാഭിമാനി ലേഖനത്തിൽ എങ്ങനെയാണ് അത് ഉപയോഗിച്ചെന്ന് അറിയാം. ഞാൻ 2 ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കാം. ഒന്ന്, ഇത് സെപ്റ്റംബർ 2024, ഇക്കഴിഞ്ഞ 2024 രാജസ്ഥാനിൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി നടത്തിയ സീതാറാം യെച്ചൂരിയുടെയും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും അനുസ്മരണമാണ്. ആ അനുസ്മരണ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്, അതിൽ പ്രസംഗിക്കുന്ന വ്യക്തിയുടെ പേര് അവിടുത്തെ രാജസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ നസീമുദ്ദീനാണ്. ഏകദേശം 4 മാസമേ കഴിഞ്ഞുള്ളൂ. വലിയ തീവ്രവാദ സംഘടനയാണെങ്കിൽ അവരിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? തീവ്രവാദ സംഘടന എന്ന അഭിപ്രായം അവർക്കുണ്ടോ? എനിക്കറിയില്ല. ഞങ്ങൾ എന്തായാലും UDF-നകത്ത് അവരെ കൊണ്ടുവന്നിട്ടില്ല. അവരുടെ ഇറാ സെന്ററിൽ ചെന്ന് അവരെ കാലി പിടിച്ച് വോട്ട് ചോദിച്ചിട്ടില്ല. അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരുപാധിക പിന്തുണയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ സർട്ടിഫൈ ചെയ്യുന്നതാണ് ഇവരുടെ പ്രശ്നം. അല്ല, ഞാൻ പറയാം, അതിലേക്ക് ഞാൻ വരാം. സമയം തരെങ്കിൽ പറയാം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇനി ഇത് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് തിരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. അതിന്റെ പോസ്റ്ററാണ്. ഞാൻ പോസ്റ്റർ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കാം. അതിൽ ഭാസ്കര മാസ്റ്റർ സ്ഥാനാർത്ഥി. അതിന് പോസ്റ്റർ എങ്ങനെയാണെന്നറിയോ? വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്ന LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, നമ്മുടെ ചിഹ്നം ക്ലാസ്, ഭാസ്കര മാസ്റ്റർ വിജയിപ്പിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെതാണ്. ഇനി അത് പോട്ടെ. ഇനി അത് കഴിഞ്ഞാൽ ഇത് CPM-ന്റെ പാർലമെന്റ് മെമ്പർ PR നടരാജൻ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജാണ്. അദ്ദേഹത്തിന്റെ CPM-ന്റെ പാർലമെന്റ് മെമ്പർ എന്ന് വെച്ചാൽ ഒരു കണലൊരു തരി മതി എന്ന് പറഞ്ഞ ആരിഫിനെ കൊണ്ടുപോയപ്പോൾ തമിഴ്നാട് നിന്നുണ്ടായിരുന്ന പാർലമെന്റ് മെമ്പറാണ്. കോയമ്പത്തൂരിൽ നിന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രം ജയിച്ചതാണ്. PR നടരാജൻ ഫേസ്ബുക്കിൽ എഴുതാൻ സപ്പോർട്ട് റേസ്ഡ് ഫ്രം അഡ്മിനിസ്ട്രേഷൻ ഓഫ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല, അവരുടെ ഓഫീസിൽ ചെന്ന് നന്ദി പറഞ്ഞ് ഷോൾ അണിയിക്കുന്ന ഫോട്ടോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലുള്ളതാണ്, എന്റേതല്ല. ഇനി രാജസ്ഥാൻ CPM-ന്റെ രാജസ്ഥാൻ ഫേസ്ബുക്ക് പേജിൽ അവർ എഴുതിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേര്, CPI സ്റ്റേറ്റ് സെക്രട്ടറി നരേന്ദ്ര ആചാര്യ, കുറേ ആളുകളുടെ പേര് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് മുഹമ്മദ് നിസാമുദ്ദീൻ ഓഫ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ തൊട്ടുകൂടായ്മയൊന്നും ഇവർക്കില്ല. ഇവർക്ക് കിട്ടാതിരുന്നപ്പോഴുള്ള കുഴപ്പമേ ഉള്ളൂ. ഇനി ഞങ്ങൾ എന്തിനാണ് അവരെ വെള്ളപൂശുന്നതെന്ന് ചോദ്യം. ഞങ്ങൾ അവരെ ഒരു വെള്ളപൂശുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയോട് ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡ് ഉണ്ട്. നിങ്ങൾ സമയം തരാണെങ്കിൽ ഞാനത് കൃത്യമായി അവതരിപ്പിക്കാം. ഒന്ന്, 1941 ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സങ്കല്പം ഇന്ത്യയിൽ രൂപപ്പെട്ട് വരുന്നത്. ആ ഇന്ത്യ രൂപീകരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ചിന്ത ഉണ്ടാകുന്നത്. അതിന് ചില ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി, രാജ്യം വിട്ടുപോയി, ബംഗ്ലാദേശിലേക്ക് ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. 1948 ഏപ്രിൽ മാസത്താണ് മൗലാന അബുലൈസ് നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംഘടന രൂപീകരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നാണ് അവരുടെ പേര്. അന്ന് മുതൽ അവർ ഗവൺമെന്റ് ജോലിയിൽ പങ്കെടുത്തില്ല. ഗവൺമെന്റ് ജോലി വേണ്ടെന്ന് പറഞ്ഞു. അവർ ഇവിടെ ഞങ്ങൾ ഗവൺമെന്റിലേക്ക് വോട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞു. അതിന് കാരണം പറഞ്ഞത്, ഞങ്ങൾ ഹുക്കുമത്തെ ഇലാഹിയാണ്. ഒരു മതരാഷ്ട്രം സ്ഥാപിച്ചാലേ ഞങ്ങൾ ഇതിൽ നിന്ന് ശമ്പളം വാങ്ങിക്കൂ, ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാൻ മാത്രമേ ഞങ്ങൾ അതിനോട് സഹകരിക്കൂ എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ്. അവർ 1975, 76, 77 കാലഘട്ടങ്ങളിലെ ആ സമയത്തുള്ള അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അവർ ആദ്യമായി തിരഞ്ഞെടുപ്പിലേക്ക് വരാൻ തീരുമാനിച്ചു. 1978 അവർ തിരഞ്ഞെടുപ്പിലേക്ക് വന്നു. എന്ന് വെച്ചാൽ 948 മുതൽ 78 വരെ അവർ തിരഞ്ഞെടുപ്പിലേക്ക് വരാത്ത, ഗവൺമെന്റ് ജോലി സ്വീകരിക്കാത്ത, രാഷ്ട്രീയമായ ഒരു ബന്ധവുമില്ലാത്തൊരു കാലം, നീണ്ട 31 വർഷക്കാലം. ആ വർഷക്കാലം ഇവർക്ക് അവർ അജണ്ടയായിരുന്നില്ല. എന്നാൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. എനിക്ക് അവർ അജണ്ടയായിരുന്നു. ഞാൻ കൃത്യമായി പറയുന്നു, ഞങ്ങൾ അവരോട് നിരന്തരമായി ഏറ്റുമുട്ടി. ഈ ആശയം തെറ്റാണ് എന്ന് പറഞ്ഞ് ഏറ്റുമുട്ടിയവരാണ് ഞങ്ങൾ. എന്നാൽ 978 അവർ ആദ്യമായി തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവർ പിന്തുണച്ച ഇടതുപക്ഷത്തെയാണ്. ഒരു മിനിറ്റ് കൂടി, നിങ്ങൾ വളരെ ജാഗ്രതയുള്ള ചോദ്യമായതുകൊണ്ട് ഞങ്ങനെ പറയുന്നത്. ആ സമയം 47 ശേഷം ഇലക്ഷനിൽ പങ്കാളിയല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയോട് ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. അന്ന് ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇലക്ഷനിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് അവർ വന്നു. 978 ആദ്യമായി പിന്തുണ CPM-ന്. 978 മുതൽ 2007 വരെ പിന്തുണ കൊടുത്ത CPM-ന്. 2007 ഉണ്ടായ സവിശേഷത എന്താണ്? 2008 അവർ ആരിഫ് അലി എന്ന് പറയുന്ന അവരുടെ അമീർ കണ്ണൂർ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞങ്ങൾ ഹുക്കുമത്തെ ഇലാഹി ഉപേക്ഷിക്കുന്നു, മതരാഷ്ട്രം ഉപേക്ഷിക്കുന്നു. 2008 പ്രബോധനം ദിനപത്രത്തിൽ അവർ ലേഖനം എഴുതി, ഞങ്ങൾ മതരാഷ്ട്രം എന്ന ആശയത്തെ ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞു അവസാനിച്ചോട്ടെ. അതിനുശേഷം സഖാവ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ, എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ പ്ലേ ചെയ്യാം. അദ്ദേഹം പറഞ്ഞു, അതാ ഇങ്ങനെ അവരുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിന് PDP-യുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ വരാത്ത 31 കൊല്ലം ഞങ്ങൾ അവരായി തർക്കിച്ചു. രാഷ്ട്രീയത്തിൽ കടന്നു വന്ന ശേഷം 2007 ഹുക്കുമത്തെ ഇലാഹി ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് 2007 പ്രസ് ക്ലബിലും 2008 പ്രബോധന ദിനപത്രത്തിൽ പറയുന്ന 30 വർഷക്കാലം ഇവരവർ രാഷ്ട്രീയം സ്വീകരിച്ചു. ആ 2007 മുതൽ 2019 വരെ നവാസിന്റെ പോയിന്റ് ഇതാണ്, അവർക്ക് പഴയ ആശയം ഇപ്പോഴില്ല, അവരുമായി ചേർന്നതിൽ തടസ്സമൊന്നുമില്ല. ഞാനിതാ പറയുന്നത്, ആ 2007 മുതൽ 2019 വരെ തെരഞ്ഞെടുപ്പിൽ
മൂല്യം നോക്കി CPM പിന്തുണച്ചു, അപ്പോഴും ഇവർക്ക് സ്വീകരിക്കാം. ഞങ്ങൾ പറയുന്നത് ഇപ്പൊ നിരുപാധിക പിന്തുണയാണെങ്കിൽ ഞങ്ങൾ അത് സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കാൻ ഒരേ ഒരു മാനദണ്ഡമാണ്, നിങ്ങൾക്ക് മതരാഷ്ട്രവാദം ഉണ്ടോ ഇല്ല എന്ന് അവിടെ അമീർ പറയുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ആ വോട്ട് സ്വീകരിക്കുന്നു. മതരാഷ്ട്രവാദം ഉണ്ടെന്ന് പറയുന്നു, ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട.